ഹലോ ഗായ്സ്. കുറെ വർഷങ്ങളല്ല മാസങ്ങൾക്ക് ശേഷം അല്ലേ അത് മൈൻഡ് ആക്കണ്ട. ഇന്ന് നമ്മൾ ഈ പുള്ളിനെ അറിയാലോ, കണ്ട പരിചയം കാണും. അഭിജിത്ത്. ഇത് റമീസ്. ഇന്ന് നമ്മുടെ ഇവിടെ ഹൈക്കിനെ കൂടെ ഉണ്ട്. എന്തൊക്കെ പറയണത്. ഈ പുള്ളിനെ കണ്ടിട്ട് മനസ്സിലായി കാണും എല്ലാവർക്കും. പുള്ളി ഷിബിൻ. ഇവർ രണ്ടും പുതിയതാണ്. അപ്പോൾ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ ഭയങ്കര ലൈറ്റ് കുറവാണ് കേട്ടോ. എന്താന്ന് അറിഞ്ഞൂടാ, എൻ്റെ ഫോണിൻ്റെ ഇഷ്യൂ ആണോ? അല്ലല്ലേ, അതെ ഇവിടെ സൂര്യനില്ല. വലിയൊരു ഡേഞ്ചറസ് ഹൈക്കാണ്. 50-40 അല്ലേ. അവിടെ ബേറൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ബേർ സ്പ്രേ വാങ്ങണം. ഇത് ഹോം മെയ്ഡ് അല്ല, ഇത് വാങ്ങിച്ചത്. ഇതെന്താണ്? ഇത് എഗ് ബജി മലപ്പുറം സ്പെഷ്യൽ കലത്തപ്പം. ഇത് രണ്ടും ഇന്നുണ്ട്. ഇതെന്താണ്? ഓ, ഇത് വേറെ സമൂസ സെറ്റാണ്. കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ് ഗൈസ്. എന്താന്ന് അറിഞ്ഞൂടാ, രാവിലെ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറേ നാൾ വീഡിയോ എടുക്കാത്തതുകൊണ്ടായിരിക്കാം എൻ്റെ ആ ഒരു ടച്ച് വിട്ടുപോയാന്ന് എനിക്കൊരു ഡൗട്ട്. പിന്നെ എൻ്റെ വേർഡ്സ് ഒന്നും കറക്റ്റായിട്ട് പറഞ്ഞില്ല. മലയാളത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് അതെ തിരുത്തി തരണം. അതെ, കമന്റ്. എങ്കിൽ പിന്നെ തിരുത്താനേ സമയം കാണും. ട്രയൽ ഹെഡ് ഈ 50-40 ആരെങ്കിലും ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടോ? പീക്ക് ട്രയൽ ഹെഡ് ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് മലയാളി നീരജ് കൃഷ്ണ. എനിക്ക് ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. സെൽഫി സ്റ്റിക്ക് ഉണ്ട്, മെയിൻ ഗിംബലും ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഇരുന്ന് ഇന്ന് ഷൂട്ട് ചെയ്യണം. സഹലേട്ടാ ഡ്രോൺ എടുത്തായിരുന്നോ? ഡ്രോൺ എടുത്ത്. അപ്പൊ ഇന്ന് എന്തെങ്കിലൊക്കെ നടക്കും. ഒന്നെങ്കിൽ ഡ്രോൺ പോകും, അല്ലെങ്കിൽ നല്ല വിഷ്വൽസ് കിട്ടും. സഹലേട്ടന് പിന്നെ ഡ്രോൺ ഇല്ലാതെ ശരി. ടയർഡാണ്, എനിക്ക് തലവേദന പോയിട്ടുണ്ട്. ഗിംബിൽ കൊള്ളാം കേട്ടോ. ഇപ്പൊ ഞാൻ എവിടെ പോയാലും എന്നെ ലോക്ക് ചെയ്യും. എന്റെ ഫേസ് കണ്ടാ താഴെ പോയാലോ? താഴെ പോയപ്പോ വന്നില്ല. എനിക്ക് ആപ്സ് ഉണ്ട്, പക്ഷെ അതിന്റെ മുകളിൽ ഫാറ്റ് വന്ന കാരണം അതെന്നെ പറയണ അല്ല. ആപ്സ് എനിക്ക് സത്യം പറഞ്ഞ ഒരു മാസം കട്ട് ചെയ്ത ഫുള്ളി റിഫൈൻഡ് ആപ്സ്. ഞാൻ എയറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 4 pack ആണ്. സഹലേട്ടന്റെ ഓരോ തമാശകള്. സഹലേട്ടനും വർക്കൗട്ട് ചെയ്തോണ്ടിരുന്ന ടൈമില് കിക്ക് ബോക്സിങ് ചെയ്തപ്പോഴൊക്കെ ഉണ്ടായിരുന്നല്ലേ? അന്ന് പക്ഷെ എന്റെ ഇതുണ്ടായിരുന്നില്ല, ബോഡിയിൽ വെയിറ്റ് വളരെ കുറവായിരുന്നു. അതെ, ഞാൻ ഒരു 55 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. 55 kg. സഹൽ ചേട്ടൻ മുന്നേ മാസം എന്ന് വെച്ചാൽ എന്ത് ഇങ്ങോട്ട് ഗായ്സ്. എനിക്ക് ഞാൻ എന്ത് തള്ളടാ തള്ളിയിട്ടുള്ളത്. എനിക്ക് ഇന്നത്തെ ഹൈക്കിനെ പറ്റി ഭയങ്കര ഒരു പ്രതീക്ഷയൊന്നുമില്ല. എന്ന് വെച്ചാ ഇപ്പം തന്നെ നല്ല ഇരുട്ടൊക്കെ ഉണ്ട് നോക്കിയേ. പക്ഷേ ഇതില് ഇച്ചിരി ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലെങ്കിലും കേറോന്ന് ഉറപ്പുള്ളത് ഞാൻ മാത്രം. മഴയും കൂടെ ഉണ്ട്, ഞാൻ ഉറപ്പായിട്ടും പറയില്ല. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഫൈനലി. പക്ഷെ ലേറ്റായി. ഇന്ന് തന്നെ ഇറങ്ങാൻ പറ്റുമെന്ന് ഒരു ഡൗട്ടാണ് കേട്ടോ. ഈ മഴയത്ത് എല്ലാവർക്കും എങ്ങനെയാണ് കോൺഫിഡൻസ് ലെവൽ? റിപ്പല്ലന്റോ? ഇത് മടിക്കാൻ പറ്റുമോ? അതിനകത്ത് എന്തിനാ അടിക്കാൻ? അതിനകത്ത് ഒന്നും ഇരിക്കത്തില്ലല്ലോ. അതിലെ ബോഡിയിലാണ് അടിക്കേണ്ടത്. ഇത് ഞാനാണ് ഗൈസ്, എൻ്റെ പേരാണ് അഭിജിത്ത്.
സ്റ്റേബിൾ അല്ലല്ലോ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏത് ഗൈസ്, ഒരു സത്യം പറയാലോ, എനിക്ക് നീന്താൻ അറിയത്തില്ല. എല്ലാം പഠിച്ചു, നീന്താൻ മാത്രം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ മാപ്പ് ആരെങ്കിലും ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കും. സംഭവം നമ്മളിപ്പോൾ നിൽക്കുക പാർക്കിംഗ് ഇവിടെയാണ്. നമുക്ക് കാണാം, ഈ ഒരു സ്പോട്ടിലായിട്ട് ലേക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. അതെ, എത്ര കിലോമീറ്റർ ഉണ്ട്? കൊബാൾട്ട് ലേക്ക്. അതിനകത്തുനിന്ന് മേളിലേക്കും താഴേക്കും ആക്കാം. Guys, come on. Yeah, let's go. ഓണാ. ഇല്ലടാ, ഫോൺ ഞാൻ താഴെ കളയില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഒരു ആംഗിൾ തെറ്റിയാണ് ഇരിക്കണമെങ്കിൽ നല്ലൊരു ഐഡിയ ആയിരുന്നു. ഫോണ് വഴിയെല്ലാം കാണാമല്ലോ. ഇറ്റ്സ് ഓക്കെ, ഐ എം ഗെറ്റിംഗ് എവറിത്തിങ്. എത്ര നേരം ഇങ്ങനെ പിടിക്കും? എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പിടിക്കും, അത് മതിയല്ലോ. താങ്ക് യു. കഴിച്ച് തിന്നു നോക്കടാ. ബ്ലൂബെറി തിന്നാൻ നോക്കോ? എവിടെ ബ്ലൂബെറി? ഇത് ബ്ലൂബെറി ഒന്നുമല്ല. ഗൈസ്, ഇതൊക്കെ നിങ്ങൾ കാണണം. സത്യത്തിൽ ഇതെങ്ങനെ കയറുമെന്ന് പറയാം, പക്ഷെ നമ്മൾ കയറും. ഓക്കെ, ഞാൻ പിടിച്ച് എങ്ങനെയും കാണിച്ചു തരാം. കൂടുതൽ എക്സ്പെക്ട് ചെയ്യല് ഇല്ലല്ലോ. ഞാൻ കയറിയിട്ട് ഞാൻ കാണിച്ചു ഒരാൾ കയറിയിട്ട് മുകളിൽ നിന്ന് ഒരാൾ വീഡിയോ എടുക്കണമായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ പ്രശ്നമില്ല. എനിക്ക് താഴെ അല്ല, ഞാൻ കയറിയിട്ട് നിങ്ങളെ വീഡിയോ എടുക്കാം. ഓ മൈ ഗോഡ്, അങ്ങ് അറ്റം വരെ ആവണ്ടേ. ഞാൻ ബാക്കി ഒരു അടിപൊളി സീൻ കാണിച്ചു തരാമേ. കാണാവോ? എനിക്ക് ഇവിടേക്ക് ഇങ്ങനെയൊക്കെ കാണാവോ? ഇത് ആക്ച്വലി നല്ല രസമാണ് കാണാൻ. കയറി പോണ സൈഡിൽ തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ഗൈസ്, നമ്മൾ 1/3 പോലും ആയിട്ടില്ല, പക്ഷേ ഒരു വാട്ടർ ബ്രേക്ക് എടുക്കാമെന്ന് തോന്നുന്നു. പകുതിയായി കാണുമെന്ന് എനിക്കറിഞ്ഞു. സോഫ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? പറ ബ്രോ. സോഫ സോ ഗുഡ്. ഇവിടെ ഒരാളുണ്ട്, ഇതെന്താണ് പറയാനുള്ളത്? അമ്മ പൊളിയല്ലേ മച്ചാനെ. അഭിജിത്തേടെ ചേട്ടാ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇത് കാണുമ്പോൾ എന്താണ് റിയാക്ഷൻ നോക്കിയോ? വെള്ളച്ചാട്ടം. ഗൈസ്, ഇത് ഫ്രെയിമിൽ നിങ്ങളെ കാണുമ്പോൾ എങ്ങനെ തോന്നുമെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് നല്ല രസമാണ് കാണാൻ. കാണാം. You guys are waiting for us? Oh, it's okay. We can take Oh. a rest. We're going Okay. down, Okay. so it's all good. ഗൈസ്, എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഭിജിത്തേട്ടാ, എങ്ങനെയുണ്ട്? സൂപ്പർ കോലം. അതല്ല, ഹൈക്ക് സൂപ്പർ. ഇന്നത്തെ കാർഡിയോ. എന്നാൽ ഞാൻ ജിമ്മ് ക്യാൻസൽ ചെയ്യണം. ഇന്നത്തെ ഫുൾ. ഞാനിതൊരു ജോലി സ്ഥലത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് കുഴപ്പമില്ല, ഇനി വിളിച്ചാലും കിട്ടാൻ പോണില്ല, കാരണം റേഞ്ച് ഇല്ലല്ലോ. എടാ ലിയ, നിനക്ക് ഇന്ന് 7 മണിക്കല്ലേ ജോലി? സമയമുണ്ട്, 3:30 ആയിട്ടുള്ളൂ, 3:15 ആയിട്ടുള്ളൂ. വിളിച്ചു പറേ, മിഡ് നൈറ്റിൽ പനി പിടിച്ചോന്ന്. റേഞ്ച് ഇല്ല. എനിവേസ്, ഞാൻ എൻ്റെ കാര്യം
ഒന്ന് പോയി അവിടെ നിന്ന്. ഇത് വിളിച്ച് പറയണം, റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ്. 3 മണി ആയല്ലോ ഓൾറെഡി. നമ്മൾ ഇറങ്ങുമ്പോഴേ നീ ഒരു മെസ്സേജ് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുക, എൻ്റെ പെന്നുണ്ട്, ഇത് ഇന്ന ആൾക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. കയ്യിൽ കൊടുത്തോ? വാ നമുക്ക് കേറാം. കീപ് ഗോയിങ്. നിന്റെ ഫോണിൽ റേഞ്ച് ഉണ്ടോ? എന്റെ ഫോണിൽ റേഞ്ച് ഒന്നും ഇല്ല. ഇല്ലേ? ഇല്ലല്ല. ആരുടെ ഫോണിൽ റേഞ്ച് ഇല്ല? നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഇല്ല. സിക്ക് വിളിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. ഗൈസ് ഇപ്പം പാത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രെയിം ഇല്ലേ, ഇത് സ്റ്റേബിൾ അല്ല. കാരണം ഇതിലുണ്ടായിരുന്ന സ്റ്റെബിലിറ്റി ഞാൻ ഊരി മാറ്റി. അത് ഇടയ്ക്ക് താഴെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ മാനുവലായിട്ട് ഞാൻ ഒന്ന് ഇത് ചെയ്യണേ. എനിവേയ്സ് സോഫാർ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എലവേഷൻ ഗെയിന് ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, എലവേഷൻ ഗെയിൻ ഉണ്ട്. പിന്നെ കുറേ നാളായി ഹൈക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. എൻ്റെ കോളിലും കണ്ട മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. ജിമ്മി പോയിന്നും പറഞ്ഞ് ഇത് അങ്ങനെ കീഴ്പ്പെടുത്തണമൊന്നുമില്ല. അല്ല, ലൈവ് ഒന്നുമല്ല, ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യണ. ഫൈനലി നമ്മൾ ലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ മുടിയൊക്കെ കണ്ട ഞാൻ കാണിച്ചത്. നല്ലതൊക്കെയാണ്, പക്ഷെ പറയാൻ പറ്റില്ല എല്ലാവർക്കും എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, UK ഒരു നല്ല വെള്ളമെന്നും പറഞ്ഞ്, തെളിഞ്ഞ വെള്ളമെന്നും പറഞ്ഞ് ഒരു വീ കൂടെ വരുന്ന ഒരു വെള്ളം കുടിച്ചപ്പോൾ ആശുപത്രിയിൽ കുടിക്കണ്ട. ഈ അഭിജിത്ത് ഏട്ടൻ്റെ മുടി നോക്കാൻ ഒരു ഇതുണ്ടാവില്ല. അവർക്ക് കുടിക്കാൻ വേണ്ടി എടുക്കണുണ്ടോ വെള്ളം? ദൂരെ ക്യാമ്പ് ചെയ്തൊക്കെ ഉണ്ടോ ആൾക്കാർ കണ്ട. ആ ദൂരെ 2-3 പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊണ്ട ഗൈസ്, ഇറ്റ്സ് ഹെവൻ, വർത്ത് ഇറ്റ് ആണ്. വ്യൂ പൊളിയാണ്. എനിക്ക് ഇങ്ങനെയൊന്നും കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ നോക്ക്, എങ്ങനെ കാണിച്ചാലും മനസ്സിലാവില്ല. Look at the top, it's not clear at all. നിങ്ങളിത് കാണാൻ പറ്റൂല, പക്ഷേ അടിപൊളിയാണ്. അടുത്ത വട്ടം എങ്ങനെയൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ GoPro വാങ്ങാമേ. അപ്പോൾ എനിക്ക് അത്യാവശ്യം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നല്ല എലവേഷൻ ഗെയിനുണ്ട്. അപ്പോൾ കയ്യിൽ ഫോൺ പിടിച്ച് കയറണ പ്രാക്ടിക്കലല്ല. ഞാൻ ഒരു വ്യൂ കാണിച്ചത്. ബേസിക്കലി നമ്മളിതൊക്കെ കയറി കുറേ വന്ന് ഇതാ അവിടെ ഒരു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മൾ സമ്മിറ്റ് വരെ എന്ന് വെച്ചാൽ പോയിട്ട് വെത്തിട്ടല്ല കേട്ടോ, ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ പോയാൽ തന്നെ ഒരു വ്യൂവും കാണത്തില്ല. ഇപ്പം കണ്ടോ, ഒന്നും കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയാണ്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട്. സഹേലേട്ടൻ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ഈ സഹേലേട്ടൻ ചാടുന്നതായിരിക്കും. മാറ്റുമോ? ഉറപ്പല്ലേ, ചാടൂലേ? ഞാൻ ചാടാൻ പോകും. ഓക്കെ, പക്ഷെ എനിക്ക് നീന്തറിയില്ല. നീന്താ അറിയത്തില്ല, അതാണ് രണ്ടാമത്തെ ചലഞ്ച്. ചുമ്മാ നീന്താ അറിയാം. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. ലൈവല്ല, ഇത് വന്ന് ഇന്നും അല്ല നടക്കൂ. സഹേലേട്ടൻ്റെ വൈഫിനോടാണ്, നമ്മളിതിൽ ഇല്ല. ആ ചലഞ്ച് സഹേലേട്ടൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാരണം വെള്ളത്തിന് ഭയങ്കര തണുപ്പ്. ഓക്കെ, താഴെ കാണാവോ? സഹേലേട്ട എന്ത് പറ്റി? ചലഞ്ചിന് എന്ത് പറ്റി? ആ ആണല്ലോ. കാലൊക്കെ മുക്കുമ്പോ തന്നെ മതിലാണ്.
ഇത് ചാടിയാ മതി. സാലേ മാറിയെന്നോ നീ ഈ കമ്പനി ആ മരത്തെ പിടിച്ച് ഒറ്റ ചാട്ടം ചാടാ സാലേ. സഹലേട്ടൻ കമോൺ. ആ മരത്തെ പിടിച്ച് ചാടിക്കോ. അങ്ങനെ 6 മണിക്കൂറത്തെ ഹൈക്കിന് ശേഷം നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അഭിപ്രായം നമുക്ക് ചോദിക്കാം. എന്താണ് എക്സ്പീരിയൻസ്? പറഞ്ഞോളൂ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കഴിച്ചിട്ട് ആദ്യം സാഹലേട്ടന്റെ എക്സ്പീരിയൻസ് പറയൂ. ഇതെല്ലാം നേരത്തെയും പറഞ്ഞു. അഭിജിത്ത് ഏട്ടന്റെ വല്ല രണ്ട് സെന്റൻസ്. വണ്ടർഫുൾ സൂപ്പർ. ബ്രോയുടെ എക്സ്പീരിയൻസ് പറ. നൈസ് അല്ലേ? യെസ്. അപ്പോൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രോയുടെ അഭിപ്രായം വിട്ടു. ഞാൻ ആദ്യം പറ്റില്ലെന്ന് ഒരു 3 പ്രാവശ്യം അതെ വിചാരിച്ചു പോയി. പക്ഷേ ബ്രോ ഡ്രോപ്പ് ചെയ്യാൻ വിചാരിച്ചതാ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ബ്രോയുടെ മനസ്സ് നമ്മൾ മാറ്റിക്കളഞ്ഞു അല്ലേ? അതെ അതെ. സഹലേട്ടാ ഒരു പക്ഷെ നമ്മള് 40 മറ്റേ മേളിലേക്കും കൂടെ കയറി വന്നെങ്കിൽ ലൈറ്റ് ഇട്ട് ഇറങ്ങേണ്ടി വരത്തില്ല. അതെ അതെ. എന്റെ അഭിപ്രായം യെസ്, സാഹലേട്ടന്റെ അഭിപ്രായം റീഷൂട്ട് ചെയ്യാണ് ഞാൻ. പറയൂ. ആലോചിച്ചിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. നല്ല തണുപ്പ്. എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഹൈക്കിങ് ഫസ്റ്റ് ടൈം ഒന്നുമല്ല. ഇതിനെക്കാട്ടിയും ഇത് എൻ്റെ ഒരു ഇതിൽ മോഡറേറ്റ് അല്ലെങ്കിൽ ഈസി, അതിൻ്റെ രണ്ടിലിടയിൽ നിൽക്കും. ഹാർഡല്ല, പക്ഷെ ഞാൻ ഹാർഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. വെതറിൻ്റെ ഇഷ്യൂ കാരണം തന്നെ വിസിബിലിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടൊറൻഷ്യൽ വെതർ എന്ത് ചെയ്യാ ഇവരുടെ കാര്യം. പറ എക്സ്പീരിയൻസ് പറ. ഇവിടെ കംബാക്ക് നടത്തിയത് തന്നെ. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് സൈൻ ഓഫ് പറയണോ വേണ്ടതെന്ന് ഡൗട്ട് ഉണ്ട്. കാരണം ചിലപ്പം ഫുഡ് കഴിക്കാൻ ഇറങ്ങും, കഴിക്കണ എന്തെന്ന് കാണിക്കണ്ടേ, അതുകൊണ്ട്. എനിവേസ് ഇതിലത്ര വിഷ്വൽസ് ഒന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. കാരണം ഹൈക്ക് ഇച്ചിരി ഇതല്ലേ, അപ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യണം ഒരു കൈ വെച്ച്. സോ എനിക്ക് അത്രയും ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. നെക്സ്റ്റ് ടൈം വി വിൽ ഗോ വിത്ത് GoPro. എനിവേസ് ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ സൈൻ ഓഫ് പറയണില്ല.